ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 19-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കട്ടെ. ദാവീദിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ദാവീദ് ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ. ദാവീദ് ഉറപ്പിക്കുകയാണ്, ദൈവം എൻ്റെ പാറയാണ്, ദൈവം എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ചില മേഖലകൾ കൈകാര്യം ചെയ്യുമ്പോൾ, ദൈവം അനുവദിച്ച ചില വിഷയങ്ങൾക്കകത്തുകൂടി നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പതറിപ്പോകാറുണ്ട്. എന്നാൽ ആ സ്ഥാനത്ത് ദാവീദൂടെ പറയുന്നു, എൻ്റെ പാറയായ എൻ്റെ വീണ്ടെടുപ്പുകാരനായ യഹോവേ. നമ്മൾ പ്രിയരെ, ഏത് സാഹചര്യത്തിൽ നിന്നാലും ആത്മാവിൽ നമ്മൾ പറയണം, എന്നെ ഈ സാഹചര്യത്തിൽ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എൻ്റെ പാറയാണ്, ആ ദൈവം എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ദാവീദ് പ്രാർത്ഥിക്കുന്നു, പാടുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്കകത്ത് എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ ദൈവം എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ നേരിടുന്ന ഏത് സാഹചര്യത്തിലും എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും എൻ്റെ ഹൃദയത്തിനകത്തുള്ള ധ്യാനവും ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. അതിൻ്റെ അർത്ഥം എന്തുവാണ്? ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ചിലർ നമ്മൾ കാണാറില്ലേ, ദൈവത്തെ തള്ളിപ്പറയുന്നത്, ദൈവത്തെ പഴിക്കുന്നത് നമ്മൾ കാണാറില്ലേ? ദാവീദ് പറയുന്നു, എൻ്റെ ധ്യാനവും എൻ്റെ വാക്കുകളെല്ലാം ദൈവമേ അങ്ങേക്ക് പ്രസാദമുള്ളതായിരിക്കണം. ഭക്തനായ ഇയ്യോബ് തൻ്റെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ വന്നപ്പോൾ തൻ്റെ ഭാര്യയോട് പറഞ്ഞത് എന്തുവാ? ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കരുത്. അതിൻ്റെ അർത്ഥം, ഒരു വീട്ടിനകത്ത് തന്നെ രണ്ട് മനസ്സുള്ളവരുണ്ട്. എന്നാൽ ഇത്രയും പ്രതികൂലത്തിൽ നിൽക്കുമ്പോൾ യോബ് ഇവിടെ പറയുന്നത് പോലെ യോബിൻ്റെ ഹൃദയത്തിനകത്തുള്ള ധ്യാനവും യോബിൻ്റെ ചിന്തയും എല്ലാം ദൈവത്തിന് പ്രസാദമുള്ളതാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തും ദൈവത്തിന് പ്രസാദമുള്ള വാക്കുകളും ദൈവത്തിന് ഇഷ്ടമുള്ള ചിന്തകളും ഹൃദയത്തിനകത്തും നാവിൻ്റെ ഉള്ളിലും വെച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.